വരുമ്പോൾ ഒന്ന് മനസ്സ് തുറന്ന് കരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ആശ്വാസം തോന്നാറില്ലേ? അതിനു പിന്നിലെ ശാസ്ത്രീയമായ കാരണം എന്താണെന്ന് അറിയാമോ? നമ്മൾ സങ്കടപ്പെട്ട് കരയുന്ന കണ്ണീരും സന്തോഷം കൊണ്ട് വരുന്ന കണ്ണീരും തമ്മിൽ രൂപത്തിൽ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കണ്ണീരിന് 3 വ്യത്യസ്ത ജന്മങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാവുമോ? സങ്കടം വരുമ്പോൾ നിങ്ങൾ കണ്ണീര് അടക്കി പിടിച്ചു വെക്കാറുണ്ടോ? കണ്ണീര് അടക്കി വെക്കുന്നത് ശരീരത്തിന് എത്രത്തോളം ഹാനികരമാണെന്ന് നിങ്ങൾക്കറിയാമോ? കണ്ണീരിനെ പറ്റി കൂടുതൽ അറിയാൻ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഹലോ ഹായ്, ഞാൻ സുഭിക്ഷ എബി എൽഡരാഡോ. ഒരുപാട് വിഷമം തോന്നുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് വീഴുമ്പോൾ ആരും കാണാതെ നമ്മളത് തുടച്ചു മാറ്റാറില്ലേ? അല്ലെങ്കിൽ അത്രയും സങ്കടം വരുമ്പോൾ നമ്മുടെ ആ വേദന മുഴുവൻ നമ്മൾ കടിച്ചമർത്തി വെക്കും. കരയുന്നത് എന്തോ ദുർബലതയാണെന്ന് നമ്മളെ ചെറുപ്പം മുതലേ ആരൊക്കെയോ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ കരയാറില്ല. നമ്മുടെ കണ്ണീര് നമ്മൾ പലപ്പോഴും അടക്കി വെക്കും. പ്രത്യേകിച്ച് പുരുഷന്മാര് എത്ര സങ്കടം വന്നാലും കരയാതിരിക്കുക എന്നുള്ളത് ഒരു ധീര പ്രവൃത്തിയായിട്ടാണ് ഒക്കെ പഠിപ്പിച്ചു വെക്കുന്നത്. ആൺകുട്ടികളെ ചെറുപ്പം മുതലേ ഇങ്ങനെയാണ് നമ്മുടെ പാരൻസ് എല്ലാം വളർത്തിയിട്ടുള്ളത്. എന്നാൽ ഈ കണ്ണീര് വെറും ഉപ്പുവെള്ളം മാത്രമാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? എന്നാൽ തെറ്റി. പ്രശസ്ത ഫോട്ടോഗ്രാഫർ റോസ്ലിൻ ഫിഷർ നമ്മുടെ കണ്ണീർ തുള്ളികളെ ഒരു ഹൈപ്പർ മൈക്രോസ്കോപ്പിന് താഴെ വെച്ച് നോക്കിയപ്പോൾ കണ്ടത് അതിശയിപ്പിക്കുന്ന ചില കാഴ്ചകളാണ്. നമ്മുടെയൊക്കെ ഓരോ വികാരത്തിനനുസരിച്ച് നമ്മുടെ കണ്ണീരിലെ തന്മാത്രകളുടെ ആകൃതി മാറും. കരച്ചിലിനും പിന്നിൽ വലിയൊരു കെമിസ്ട്രി ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ 3 തരം കണ്ണീരാണുള്ളത്. ഒന്ന് ബേസൽ ടീയേഴ്സ്. അത് നമ്മുടെ കണ്ണ് എപ്പോഴും നനവോടെ ഇരിക്കാൻ വേണ്ടി ശരീരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. 2 റിഫ്ലക്സ് ടീയേഴ്സ്. നമ്മൾ ഉള്ളി അരിയുമ്പോഴോ കണ്ണിലേക്ക് പുക തട്ടുമ്പോഴോ കണ്ണിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വരുന്നതാണ് ഇത്. 3-മത്തേതാണ് ഇമോഷണൽ ടീയേഴ്സ്. നമ്മൾ സങ്കടപ്പെടുമ്പോഴും അമിതമായി സന്തോഷിക്കുമ്പോഴും ഒഴുകുന്നത് ഈ ഇമോഷണൽ ടീയേഴ്സ് ആണ്. ഈ ഇമോഷണൽ ടീയേഴ്സിന് ഒരു സൂപ്പർ പവർ ഉണ്ട്. മൈക്രോസ്കോപ്പിലൂടെ നോക്കിയപ്പോൾ ശാസ്ത്രജ്ഞർ കണ്ടത് നമ്മൾ കടുത്ത സങ്കടത്തോടെ കരയുന്ന കണ്ണീരിന്റെ ഘടന ഉണങ്ങി വരേണ്ട മുള്ളൻ കാടുകൾ പോലെയാണ്. എന്നാൽ അമിത സന്തോഷം കൊണ്ട് വരുന്ന കണ്ണീരാകട്ടെ വിടർന്നു നിൽക്കുന്ന വസന്തകാല പൂക്കൾ പോലെ അതീവ മനോഹരമാണ്. അതേസമയം ഉള്ളി അരിയുമ്പോൾ വരുന്ന കണ്ണീരിന് കേവലം വരകളായ ചില ലളിത രൂപങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ വികാരങ്ങൾ മാറുന്നതിനനുസരിച്ച് കണ്ണീരിലെ രാസഘടനയും ആകൃതിയും മാറുന്നു എന്നതാണ് ചുരുക്കം. എപ്പോഴൊക്കെ കരച്ചിൽ വരുന്നോ അപ്പോഴൊക്കെ കരഞ്ഞിരിക്കും. കാരണം അത് നിങ്ങളുടെ ശരീരം സ്വയം സുഖപ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ ലക്ഷണമാണ്. അപ്പോൾ ചിന്തിച്ചു നോക്കും, കരയുന്നത് ഒരു മോശമായ പ്രവൃത്തിയാണ്. നമ്മുടെ ശരീരം നമ്മുടെ ദുഃഖങ്ങളെ മാറ്റാൻ വേണ്ടി നമ്മളെ ഹീൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും കൂടെയാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പേജ് ഫോളോ ചെയ്ത് കൂടെ പോലെ. അറിവുകൾ അവസാനിക്കുന്നില്ല. കഥകളും പുതിയൊരു അധ്യായവുമായി ഞാൻ വീണ്ടും വരും. സൈനിങ് ഓഫ്, സുഭിക്ഷ എബി എൽഡരാഡോ.